ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര ഹൊച്ചിമിൻ സിറ്റിയിലെ ഡിസ്ട്രിക്റ്റ് 1-ലെ ബെന്നെൻഗെ എന്ന് പറയുന്ന സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലേക്കാണ്. വിയറ്റ്നാമിലെ പ്രസിദ്ധമായ ഇൻഡിപെൻഡൻസ് പാലസിൻ്റെ തൊട്ടരികെയാണ് ഈ കാണുന്ന സ്ട്രീറ്റ് ഫുഡ് സ്ഥിതി ചെയ്യുന്നത്. ബെന്നെൻഗെ ഇന്ന് വിയറ്റ്നാമിലെത്തുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. വൈവിധ്യമാർന്ന വിഭവങ്ങളും പാനീയങ്ങളും വിൽക്കുന്ന 30-ലധികം സ്റ്റാളുകളാണ് ഇവിടെയുള്ളത്. ഇതിൽ തന്നെ ഇന്ത്യ, ഗ്രീക്ക്, മെക്സിക്കോ, വിയറ്റ്നാം, ചൈന എന്നീ രാജ്യങ്ങളുടെ പലതരം വിഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ആദ്യം നമ്മൾ പോയത് ഒരു സീ ഫുഡ് സ്റ്റാളിലേക്കാണ്. ഇവിടെ വൈവിധ്യമാർന്ന പലതരം സീ ഫുഡുകൾ വച്ചിരിക്കുന്നു. വിലകളും ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചതായി കാണാം. ഫിഷുകൾ കൂടുതലായും ഗ്രില്ല് ചെയ്താണ് നമുക്ക് തരുന്നത്. ഗ്രില്ല് ചെയ്യുമ്പോൾ ഉപ്പ് മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്പൈസസുകൾ ആഡ് ചെയ്ത് വീണ്ടും ഗ്രില്ല് ചെയ്ത് നമ്മുടെ ടേബിളിൽ എത്തിക്കുന്നു. ഈ കാണുന്നത് പലതരം റോൾസുകളുടെ ഷോപ്പാണ്. ഇവിടെ പലതരം മീറ്റ്സുകൾ കൊണ്ടുണ്ടാക്കിയ റോൾസുകളാണ് ഉള്ളത്. ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെ പലതരം വിഭവങ്ങൾ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ലൊരു രസമാണ്. ഈ ഷോപ്പിൻ്റെ പേര് തന്നെ ഇവിടെ വിൽക്കുന്ന സാധനങ്ങളെ ഉദ്ദേശിച്ചാണ്. പോർക്ക് റിബ്സ് ആൻഡ് റൈസ്, അതായത് പന്നിയുടെ റിബ്സും റൈസുമാണ് ഇവിടെ മെയിനായി കൊടുക്കുന്നത്. അതുകൂടാതെ സീ ഫുഡ് വിഭവങ്ങളായ ചെമ്മീനും ഗ്രിൽ ചെയ്ത് കൊടുക്കുന്നു. ചെമ്മീൻ്റെ കൂടെ പലതരം വെജിറ്റബിൾസും ഗ്രിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു വലിയ ചെമ്മീൻ ഗ്രിൽ ചെയ്തു തരാനുള്ള റേറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 56,000 VND. അടുത്ത സ്റ്റാളിലേക്ക് പോയാൽ ചിക്കനും താറാവും ഗ്രിൽ ചെയ്തു വച്ചിരിക്കുന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇവ കട്ട് ചെയ്ത് പലതരം വെജിറ്റബിൾസും ബ്രെഡ്സുകളും ആഡ് ചെയ്ത് നമുക്ക് തരുന്നു. ഈ കാണുന്നത് റൈസ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു തരം റോൾസ് ആണ്. ഈ റോൾസിൻ്റെ ഉള്ളിൽ ചെമ്മീൻ വേവിച്ചിട്ട് വച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പലതരം ഷോപ്പുകളാണ് ഇവിടെയുള്ളത്. അതിനിടയിൽ നമ്മൾ കാണുന്നത് ഐസ്ക്രീം ഷോപ്പാണ്. ഐസ്ക്രീം തന്നെ പലതരം ഫ്രൂട്ട്സ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ നമുക്ക് കാണാം. അടുത്ത സ്റ്റാളിൽ നമ്മൾ കണ്ടത് പലതരം സുഷിയാണ്. സുഷി തന്നെ പലതരം മീറ്റ്സുകൾ ഉപയോഗിച്ച് ചെയ്തു വച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വിലകളാണ് ഇവിടെ കാണുന്നത്, 69,000, 99,000, 89,000 VND. ഈ ഷോപ്പിൽ നമുക്ക് ചില വ്യത്യസ്തമാർന്ന വിഭവങ്ങൾ കാണാൻ പറ്റും. അതായത് നമ്മുടെ നാട്ടിലെ വഴുതിനങ്ങ കൊണ്ടുള്ള ഐറ്റംസ്. വഴുതിനങ്ങ ഗ്രിൽ ചെയ്തതാണ് ഇവിടുത്തെ പ്രധാന ഐറ്റങ്ങൾ. അതുകൂടാതെ ചെറിയ തരത്തിലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനു മുകളിൽ ചില സീ ഫുഡ് ഐറ്റംസുകൾ വച്ചു കൊടുക്കുന്നു. നമ്മുടെ നാട്ടിലെ മസാല ദോശ പോലുള്ള ഒരു ദോശയും ഇവിടെ കണ്ടു. മസാലയ്ക്ക് പകരം ഇവിടെ ആഡ് ചെയ്യുന്നത് പലതരം സീ ഫുഡുകളാണ്, അതായത് ചെമ്മീൻ, കൂന്തൽ അങ്ങനെയുള്ളവ. അതിനടുത്ത് തന്നെ നമുക്ക് പലതരം ഡ്രിങ്ക്സുകളും കാണാം. കൂടുതൽ ജ്യൂസുകളിലും ഒറിജിനൽ ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ജ്യൂസുകളുടെ ഇടയിൽ നമുക്ക് നമ്മുടെ ഇളനീരും കാണാൻ പറ്റും. ഇളനീരിൻ്റെ വില 50,000 VND ആണ്. ഈ കാണുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഈ ഫുഡുകൾ കാണുമ്പോഴും നമുക്ക് പരിചയമുള്ള ഫുഡുകളാണ്. ബട്ടർ നാൻ, ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഇങ്ങനെയുള്ള ഹോട്ടലുകളോ സ്റ്റാളുകളോ കാണുന്നത് വിയറ്റ്നാമിൽ വിരളമാണ്. ഇവിടെ പലതരത്തിലുള്ള ഫുഡുകൾ വിൽക്കുന്നുണ്ട്. ജോലി ചെയ്യുന്നവരും കാഴ്ചയിൽ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. അതിനടുത്ത് തന്നെ മെക്സിക്കൻ രീതിയിലുള്ള ഫുഡുകളും നമുക്ക് കാണാം. ഇനിയുള്ള ഈ കൗണ്ടർ ലാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ കൂടുതലും സീ ഫുഡുകളും പോർക്കുകളുമാണ് കൊടുക്കുന്നത്. ഫിഷുകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രില്ല് ചെയ്തു തരുന്നു. ഫിഷുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ അതിനുശേഷം ഏത് സ്പൈസസ് ആണോ നമുക്ക് വേണ്ടത് ആ സ്പൈസസുകൾ ചേർത്ത് അവർ വീണ്ടും ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. നമുക്ക് സാധാരണയായി ലഭിക്കാത്ത ഓയിസ്റ്ററുകളും ഇവിടെ ധാരാളമായി ലഭിക്കുന്നു. ഓയിസ്റ്ററുകളൊക്കെ ഹാഫ് കുക്ക് ചെയ്താണ് ഇവിടെ വച്ചിരിക്കുന്നത്. അതിന് കൂടെ തന്നെ കഴിക്കാവുന്ന പലതരം ഐറ്റംസുകളും നമുക്കിവിടെ കാണാം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രിൽ ചെയ്ത ഫിഷും പൈനാപ്പിൾ ഫ്രൈഡ് റൈസും ചിക്കു ഷേക്കുമാണ്. ഓർഡർ ചെയ്ത ശേഷം ഗ്രിൽ ചെയ്യാനായി 10 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ഫുഡുകൾ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഫുഡ് കോർട്ട് ഏരിയയിലിരുന്ന് ഫുഡുകളൊക്കെ ഞങ്ങൾ കഴിച്ചു.
ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഫിഷ് ഗ്രിൽ ചെയ്യുമ്പോൾ സ്പൈസസുകൾ ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പലതരം ലീവ്സുകളും ചെറുനാരങ്ങയും നമുക്ക് കിട്ടിയിരുന്നു. പുറത്തേക്കിറങ്ങുമ്പോഴേക്കും സമയം സന്ധ്യയായി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.